പുറത്ത് അടുപ്പിൽ നല്ല തീ ഉള്ളതുകൊണ്ട് അവിടെ തന്നെയാണ് നമ്മൾ ചോറിനും വെച്ചത്. കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതങ്ങ് വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി കേട്ടോ. ഇന്ന് പിന്നെ മത്തങ്ങയും പയറും കൂടി ഇട്ടൊരു കറിയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുക്കർ അടച്ച് ഞാൻ അങ്ങ് വേവിക്കാൻ വെച്ചേ. അതിനുശേഷം നമ്മൾ ആ വെട്ടി വൃത്തിയാക്കിയ മീനെല്ലാം കൂടി ആ മുളക് തേച്ച് അങ്ങ് വറക്കാൻ തുടങ്ങി കേട്ടോ. കുറച്ച് അലങ്കാരത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അതിൻ്റെ പുറത്തിട്ട് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മത്തങ്ങയെല്ലാം വിസിലടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാവേ. കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടുന്നുണ്ട് പോലെ ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ ഫിഷ് ടാങ്കൊക്കെ വൃത്തിയാക്കി അതിൽ ഇതൊക്കെ ഈ ചെടിയുണ്ടല്ലോ അതൊക്കെ ഇട്ട് ഒരു ഫൈറ്റർ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ, നിങ്ങൾ അഭിപ്രായം പറയണേ. അപ്പോഴത്തേക്കും മീനെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ അങ്ങ് വൃത്തിയാക്കി ശേഷം നമ്മുടെ പയറും മത്തങ്ങയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് അരച്ച് വെച്ച് അരപ്പ് ഇട്ട് അത് ഇളക്കി പിന്നെ കടുക് പൊട്ടിച്ച് വറവിട്ട് ഒന്നിങ്ങ് എടുക്കുമായിരുന്നു. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒന്നുകൂടി അങ്ങ് എടുത്ത് ക്യാബേജും ക്യാരറ്റും കൂടി അരിഞ്ഞ് നമുക്കൊരു തോരനൂടി ആക്കാതെ. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ വൈകിട്ടത്തെ ഫുഡ്. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട, കൂടെ നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണേ.